4 മാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ, ചെറിയ മാങ്ങ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ പുതിയ കലത്തിൽ, പുതിയതല്ല ഇത്, മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന കലമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? കണ്ടോ, അത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. മാങ്ങയും വെള്ളവും കൂടെ കയറ്റി ഉപ്പും ഉപ്പും ഇട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, മാമ്പഴം വെന്തു. അപ്പോൾ മാമ്പഴം വെന്തു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആദ്യം നമ്മൾ ഈ ശർക്കരപ്പാനി കണ്ടോ, ഈ ശർക്കരപ്പാനി ഇതിലോട്ട് ഇങ്ങനെ വീഴ്ത്തി കൊടുക്കണം. എന്നിട്ട് അതിനെ ഇട്ട് ഇളക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലേശം നെയ്യ്, നമ്മൾ നെയ്യേ വിത്താവും. എണ്ണയിൽ മാമ്പഴ പുളിശ്ശേരി ഒരു കാരണവശാലും കടുവറുത്ത് വിത്തരുത്. നെയ്യ് ഉണ്ടോ, നെയ്യ് വീത്തി കൊടുക്കണം. അരപ്പ് വീത്തി കൊടുക്കുകയാണ്. കണ്ട, അരപ്പ് വീട്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കട്ട തൈര് നല്ല തൈരാണെങ്കിൽ കട്ട ഉടച്ച് നമുക്ക് അതിലോട്ട് വീത്തി കൊടുത്താൽ മതി. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. കടുക് വറുത്തു, നെയ്യിലാണ് കടുക് വറുത്തത്. ഈ കടുക് വറുത്ത് ഇനി നമ്മൾ വീത്താനുള്ള തൈരാണ്. കണ്ട, ഓഫ് ചെയ്തിട്ടിട്ട് വേണം ഈ തൈര് അങ്ങോട്ട് വീത്തി കൊടുക്കാൻ. എന്നിട്ട് കടുക്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്, എല്ലാവർക്കും അറിയാം, എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് നിങ്ങളെല്ലാവരും വെക്കണം കേട്ടോ.